ഭാരതാംബ ചിത്ര വിവാദം അത് ഉണ്ടാക്കിയ പൊല്ലാപ്പ്, അതുണ്ടാക്കിയ പിന്നീട് തുടർ ചർച്ചകളൊന്നും ചെറുതല്ല. ഭാരതാംബ ഈ മന്ത്രിയുടെ പരിപാടിയിൽ, അതായത് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടി വരുന്നു. ആ പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടി വരുന്ന സമയത്ത് രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ എല്ലാവരും പൂവിട്ട് തൊഴുന്നുണ്ട്. അപ്പോൾ അതിൽ പറ്റില്ല, ആ ഒരു വിഷയത്തിൽ തൻ്റെ പ്രതിഷേധം അറിയിച്ച് മന്ത്രി ആ വേദി വിടുകയാണ്. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മന്ത്രി പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് പിന്നാലെ വൈകുന്നേരം ആയപ്പോഴത്തേനും രാജ്ഭവന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രസ്താവന പുറത്തു വന്നു. ഒരു പ്രസ്താവന ഇറക്കി. അതിൽ പറയുന്നത് മന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും അല്ലെങ്കിൽ ഭരണഘടനയെ അവഹേളിച്ചെന്നും രാജ്ഭവനെ അവഹേളിച്ചെന്നൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഈ വിഷയത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ഒരു തുടർ പ്രതികരണങ്ങൾക്കൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ടോ? സർക്കാർ തലത്തിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും നടക്കാൻ പോവുക? രാജ്ഭവൻ കൂടുതൽ കടുപ്പിക്കുകയാണോ? കാരണം നേരത്തെ പി പ്രസാദിന്റെ ഒരു കേസ് വന്ന ടൈമിൽ പിന്നീട് രാജ്ഭവൻ ആദ്യത്തെ 1-2 ദിവസം വിവാദങ്ങളൊക്കെ നിലനിന്നെങ്കിലും പിന്നീട് രാജ്ഭവൻ ഗവർണർ പറഞ്ഞിരുന്നു സർക്കാരുമായിട്ട് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഈ ഒരു വിഷയത്തിൽ ഈ രാജ്ഭവൻ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ പരിപാടികളിൽ നിന്നും ഭാരതാംബയുടെ ചിത്രം മാറ്റും, എന്നാൽ ആ ചിത്രത്തെ പൂർണ്ണമായി മാറ്റില്ല, സർക്കാർ പരിപാടികളിൽ നിന്ന് അതിനെ മാറ്റിവെക്കാൻ തയ്യാറാണ് തുടങ്ങിയ നിലപാടൊക്കെ രാജ്ഭവൻ എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു വിവാദം കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് ചന്തുവിനോട് ചോദിക്കാം, ഇന്നിനിപ്പോൾ എന്താണ് നടക്കാനുള്ളത്? ഏതെങ്കിലും തരത്തിലൊരു നീക്കമൊക്കെ നടക്കുമോ? മറ്റൊരു എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണോ? സർക്കാർ ഗവർണർ പോരിൽ തുടങ്ങിയ കാര്യങ്ങൾ ചന്തു പറഞ്ഞു തരും. ചന്തു, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ മറ്റൊരു പുതിയ വിവാദത്തിന് കൂടി തുടക്കമാവുകയാണ്. നമ്മൾ കണ്ടു ഇന്നലെ എന്താണ് അവിടെ സംഭവിച്ചത്. മന്ത്രിയുടെ പ്രസംഗം കേട്ടു, തുടർന്ന് നടന്ന നടപടികളൊക്കെ, തുടർന്ന് എന്താണ് അവിടെ നടന്നത് എന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ സഹിതം കാണുകയും പിന്നീട് മന്ത്രി തന്നെ നേരിട്ടെത്തി നമ്മളോടൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടു. പിന്നാലെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വരികയാണ്. അതിൽ ഈ പറയുന്നത് പോലെ പ്രോട്ടോകോൾ ലംഘിച്ചെന്നും മന്ത്രി അപമാനിച്ചു, ആ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ അതിൽ വന്നു. ഇനി രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായി ഒരു നോട്ടീസ് പുറത്തു വന്ന സ്ഥിതിക്ക് സർക്കാർ ഇനി ഇതിനൊക്കെ ഒരു വിശദീകരണം നൽകേണ്ടി വരുമോ? ഭാരതാംബയെ ഒരു രാജ്യത്തിന്റെ ചിഹ്നമായിട്ടൊക്കെ കണക്കാക്കി പുതിയൊരു വിവാദത്തിന് തുടക്കമിടുകയാണോ ഇവിടെ രാജ്ഭവൻ? ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ചന്തു? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. പ്രധാനമായും കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും രാജ്ഭവൻ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ സർക്കാരുമായി പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് കടന്ന സാഹചര്യത്തിലൊക്കെ നിരന്തരം ഒരു വാർത്താ ഉറവിടം രാജ്ഭവൻ തന്നെയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്ഭവന്റെ മുന്നിലാണ്. ഇപ്പോൾ സമാനമായ ഒരു സാഹചര്യം വീണ്ടും സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം RV അലിയർക്കർ ഗവർണറായി ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സമീപനം, സർക്കാരിനോടുള്ള സമീപനമൊക്കെ വളരെ ഗുണപ്രദമായിരുന്നു, വളരെ പോസിറ്റീവായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം. ആ ഒരു തലത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങിയ സാഹചര്യത്തിലാണ് ഈ ഭാരതാംബ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കൃഷിമന്ത്രി ഈ രാജ്ഭവനിൽ നടത്തിയ പരിപാടി ബഹിഷ്കരിക്കുകയും അതിനുശേഷം ഇവിടെ നിന്നും ആ പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റുകയും അന്ന് സർക്കാരിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഗവർണർ ഈ കാര്യം പുനഃപരിശോധിച്ചിട്ടുണ്ട്, ഭാരതാംബയുടെ ചിത്രം സർക്കാർ പരിപാടികളിൽ ഉൾപ്പെടുത്തുകയില്ല എന്നൊരു കാര്യം അത് സർക്കാരിനെ നേരിട്ട് തന്നെ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്നത്. ആ പരിപാടിയിൽ നേരത്തെ നിഷ്കർഷിച്ചിരുന്നതിന് വിരുദ്ധമായി ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു ചടങ്ങ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിന് അതിൽ കൃത്യമായ അതൃപ്തിയുണ്ട്. ആ നിലപാടാണ് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. മന്ത്രി വി ശിവൻകുട്ടി ഈ നിലപാട് വ്യക്തമാക്കിയത് പ്രോട്ടോകോൾ ലംഘനമെന്ന് രാജ്ഭവൻ ആരോപിക്കുകയും അതിനുശേഷം അസാധാരണമായ ഒരു നടപടികളിലേക്ക് കടക്കുന്നു. അസാധാരണമായി രാജ്ഭവൻ ഒരു കുറിപ്പ് പുറത്തിറക്കുന്നു. മന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തി, രാജ്ഭവനെ അപമാനിച്ചു, ഗവർണറെ അപമാനിച്ചു, അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അപമാനിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പരസ്യ പോരിലേക്ക് നീങ്ങുന്നതിനുള്ള ഒരു ഇടം കൂടി അവിടെ ഗവർണർ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അതിന് കൃത്യമായ നിലപാട് മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കേണ്ടത്. അതായത് ഈ ചിത്രം, ഈ ബിംബം എന്തായാലും ഭരണഘടനയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഭരണഘടനാപരമായി നോക്കുകയാണെങ്കിൽ ഈ ചിത്രത്തെ അംഗീകരിക്കാൻ കഴിയുകയില്ല. അതിൽ വരച്ചിട്ടുള്ള ഭൂപടം അത് ഇന്ത്യയുടേതല്ല, അത് ഭരണഘടനാപരമായി ഭാരതം അംഗീകരിക്കുന്നതല്ല. മാത്രമല്ല ഈ കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ആ ഒരു വനിത ആരാണെന്ന് അറിയില്ല. അത്തരത്തിലൊരു ചിത്രം അത് RSSന്റെ പരിപാടികളിലാണ്. അങ്ങനെയാണെങ്കിൽ അത് RSSന്റെ ശാഖയിൽ കൊണ്ട് വയ്ക്കണമെന്ന ഒരു കടുത്ത നിലപാട് മന്ത്രി വി ശിവൻകുട്ടിയും പ്രകടമാക്കുകയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരും ഗവർണറും അവരുടെ നിലപാടുകൾ കൃത്യമായി ഇന്നലെ പുറപ്പെടുവിക്കുന്നു. ഗവർണർ ആ ചിത്രം മാറ്റാമെന്ന് ആദ്യം സമ്മതിക്കുകയും എന്നാൽ അതിനുശേഷം അതിന് ഘടകവിരുദ്ധമായി മാറ്റില്ല എന്ന നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്നു. ആദ്യഘട്ടം മുതൽ സർക്കാർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള
ഒരു ഏറ്റുമുട്ടലിലേക്ക് കടക്കേണ്ടി വരും. കാരണം ഇനിയും പരിപാടികൾ രാജ്ഭവനിൽ സംഘടിപ്പിക്കേണ്ടി വരും. സർക്കാരിൻ്റെതായ പരിപാടികളുണ്ടാവും. ഇനി യോഗ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഇനി ഈ ചിത്രം എങ്ങനെയാണ് രാജ്ഭവൻ വിനിയോഗിക്കുന്നത്, ഈ ചിത്രം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു മുന്നോട്ട് പോകുമെന്ന് രാജ്ഭവൻ അറിയിക്കുമ്പോൾ അതിൽ എന്ത് നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. സർക്കാർ ഈ പരിപാടികളിൽ പങ്കെടുക്കുമോ അതോ ഇതിൽ നിന്നും വിട്ടുനിൽക്കുമോ എന്നതടക്കം നോക്കി കാണേണ്ട കാര്യമാണ്. എന്തായാലും കൃത്യമായ നിലപാട് സർക്കാർ വ്യക്തമാക്കുമ്പോഴും രാജ്ഭവനെ വീണ്ടും ഒരു പ്രത്യേക സംഘടനയുടെ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന ഒരു വിവാദം സ്വാഭാവികമായും ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം തന്നെ കടുത്ത പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. DYFI അടക്കമുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇന്ന് SFI രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഭാഗത്ത് രാജ്ഭവനെതിരെ ഭരണഘടനയെ അനുസൃതമായി അല്ല പ്രവർത്തിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി രാജ്ഭവനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് രാജ്ഭവനെ പിന്താങ്ങി BJP അടക്കമുള്ള സംഘടനകളും രംഗത്ത് വരുന്നത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ചർച്ച കൂടിയായി മാറുകയാണ്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരസ്യ പോരിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ സമീപനം അല്ലെങ്കിൽ കൂടി സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും രാജ്ഭവൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഓക്കെ ചന്തു, വ്യക്തമാണ്. ഇപ്പോൾ ചന്തു പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്. അതിൽ ഈ ഗവർണർ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാലേ, സർക്കാരിൻ്റെ പരിപാടികളിലൊക്കെ ഇനിയിപ്പോൾ ഞാൻ മന്ത്രി പി പ്രസാദുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ചർച്ചകളൊക്കെ നടന്ന വിവാദമൊക്കെ വന്ന സമയത്ത് ഇനിയിപ്പോൾ സർക്കാരുമായിട്ടൊരു ഏറ്റുമുട്ടലൊന്നും ഇല്ല. സർക്കാർ പരിപാടികളിൽ നിന്നും ഈ ഭാരതാംബയുടെ ചിത്രം മാറ്റാം, പക്ഷേ രാജ്ഭവനിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു നിലപാടായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സ്വീകരിച്ചത്. പക്ഷേ ഇന്നലത്തെ പരിപാടി അത് സർക്കാരിൻ്റെ കൂടെ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിലാണ് ഭാരതാംബയുടെ ചിത്രം വയ്ക്കുകയും അവിടെ ഈ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ പൂവിടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഗവർണർ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ രാജ്ഭവൻ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതിലൊരു ചർച്ച നടക്കേണ്ടതുണ്ട്. കാരണം ഈ ചിത്രം ഇനി മാറ്റാൻ പറ്റില്ല എന്നൊരു നിലപാടിലേക്കൊക്കെ ഗവർണർ എത്തുവാണെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് അവിടെ വെച്ച് സർക്കാർ പരിപാടികൾ നടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ മന്ത്രിമാർ പിന്നീട് അങ്ങോട്ട് പോവില്ലേ? രാജ്ഭവനെ പൂർണ്ണമായിട്ട് സർക്കാർ ബഹിഷ്കരിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങളുമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ എന്താണെങ്കിലും ഈ വിഷയത്തിൽ തുടർ പ്രതികരണങ്ങൾക്കുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിരിക്കും. പല നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ചന്തു ചന്ദ്രശേഖറാണ് ഇതുവരെയുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.